സത്യത്തിൽ നമ്മ തോക്ക ഉസ്താദിനെയും പിന്നെ സൈൻലാബി തങ്ങളെയും പിന്നെ ഒരിക്കലും അവർക്കെതിരായിട്ട് സംസാരിക്കേണ്ടവരുമല്ല, സംസാരിക്കുന്നുമില്ല. പക്ഷേ അവരെതിര് സംസാരിപ്പിച്ചിട്ട് അവരെ നാണം കെടുത്താൻ വേണമായിട്ടാണ് ഈ സുഹാബി ടീം ഓരെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലിരുത്തിയത്. പക്ഷെ ഓർ മനസ്സിലാക്കേണ്ടിയിരുന്നു, സമസ്തൻ്റെ മുസാവറ ഇന്നലെ കർണാടക മുസാവറ തീരുമാനിച്ചിട്ട് ആ തീരുമാനം ജൈൻലാബി തങ്ങൾക്ക് പിന്നെ തോടാർ ഉസ്താദ് ഡയറക്റ്റ് കോളാക്കിയിട്ട് പിന്നെ നാളത്തെ പരിപാടി റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടും അതിനെ റദ്ദാക്കാണ്ട് രാത്രി സയ്യിദുൽ ഉലമ 2 പ്രാവശ്യം വിളിച്ചിട്ടും ആ ഫോൺ പോലെ എടുക്കാത്ത എന്തെന്ന് ചോദിച്ചിട്ടാകുമ്പോൾ അത് എടുത്തെങ്കിൽ എനിക്ക് ഇത് പോകാണ്ടിരിക്കാൻ കഴിയുന്നില്ല ജൈൻലാബി തകുദ് പറഞ്ഞു അവിടെ അതേ വേദിയിൽ പറഞ്ഞിന്. പക്ഷേ ഞാൻ ഇപ്പം ചോദിക്കാനുള്ളത്, ഇത്രയെല്ലാം ജൈനുലാബി തങ്ങൾ നമ്മൾ ഇത്രയെല്ലാം സ്നേഹം പറഞ്ഞിട്ട് സമസ്തക്ക് വേണമായിട്ട് ഓടി നടന്ന് കഷ്ടപ്പെട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് സമസ്തക്ക് ഏറുകൊണ്ടെന്നെല്ലാം പറഞ്ഞ് നമ്മൾ അഭിമാനത്തോട് കേട്ടോണ്ടായി. പക്ഷെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിന് വേണ്ടി പിടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ സമസ്തക്ക് എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമുണ്ടാ? അപ്പോൾ എന്നിട്ടും വാഫി സംവിധാനത്തിന് ഇന്നും നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടില്ലേ എന്ന് തങ്ങളിൽ കേൾക്കുമ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി, അതിലിപ്പോൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രസിഡന്റ് ആയിട്ടില്ലേ? അപ്പോൾ സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ എപ്പം മാറുന്നു അപ്പം ഞാൻ മാറുന്നത്. അപ്പം ഇവിടെ എന്നിട്ട് അതേ തങ്ങൾ പറയുന്നത് എനിക്ക് സയ്യിദുൽ ഉലമ എന്ന് പറഞ്ഞെങ്കിലും ജീവനാണ്, സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും ജീവനാണ്, അവർ രണ്ടാളും വേണം. പക്ഷെ ഇവിടെ രണ്ടാളും കൂട്ടിയിട്ടില്ലല്ലോ. വാഫി സംവിധാനത്തിൽ നിന്ന് സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദുൽ ഉലമയും ഷെയ്ഖുൽ ജാമിയയും കൊയ്യോട് ഉസ്താദും നമ്മൾ രാജിവെച്ചു, അതിൽ നമുക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് രാജിവെച്ചിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ രാജിവെക്കാത്തെന്ന് ചോദിക്കുമ്പോൾ സൈൻലാബി തങ്ങൾക്ക് മറുപടി ഉണ്ടായിട്ടില്ല പറയാൻ. അപ്പോൾ സൈൻലാബി തങ്ങൾ വ്യക്തമായി, സൈൻലാബി തങ്ങൾക്ക് സമസ്തയുടെ നേതാക്കളായ സയ്യിദുൽ ഉലമാനെയും ഷെയ്ഖുൽ ജാമിയാനെയും അതുപോലെ തന്നെ കൊയ്യോട് ഉസ്താദിനല്ല വേണ്ടത്, സൈൻലാബി തങ്ങൾക്ക് വേണ്ടത് പിന്നെ പാണക്കാട് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ ആ വാശിയായിരുന്നു, അല്ലെങ്കിൽ പാണക്കാട് തങ്ങളായിരുന്നു. കാരണം സമസ്ത മുസാവറ നേതാക്കന്മാരുടെ മുമ്പിൽ ഒരിക്കലും പിന്നെ സമസ്ത വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾക്കാരെ കൂട്ടുപിടിച്ചിട്ട് അവരോടൊപ്പം നിന്നിട്ട് പിന്നെ ഓഫീസ് സംവിധാനത്തിൻ്റെയും പിന്നെ സമസ്ത വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കൂട്ടുപിടിച്ചിട്ട് സമസ്തയുടെ മുസാവറ കർണാടക മുസാവറ ഇന്നത്തെ പരിപാടിക്ക് പോകേണ്ട തങ്ങളെ എന്നിട്ട് പറയുകയും ലെറ്റർ കൊടുക്കുകയും സയ്യിദന്മാർ തങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞിട്ട് പിന്നെയും തങ്ങൾ അടുത്തേക്ക് പോയിട്ട് അവരോടൊപ്പം ഇരുന്നിട്ട് പിന്നെ അവർക്ക് വേണമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത് കണ്ടെങ്കിൽ അതേ തങ്ങളെ ലാസ്റ്റ് പറഞ്ഞത് ജൈൻലാബ് തങ്ങൾ പറഞ്ഞത് പിന്നെ ഈ സൗഹാർദ്ദം ഇവിടെ വന്നിട്ട് ഒരു സൗഹാർദ്ദമാക്കാന്ന് പറഞ്ഞിട്ട് അത് ഒരു വിഭാഗത്തിനെ മാത്രം വീട്ടിട്ട് സൗഹാർദ്ദമാക്കുന്ന അങ്ങനെ എന്നെങ്കിൽ 2 വിഭാഗത്തിന് വിളിക്കണ്ടേ? ഒരു വിഭാഗത്തിനെ മാത്രം വിളിച്ചിട്ട് സൗഹാർദ്ദമാക്കുന്ന അങ്ങനെ തങ്ങളെ ചോദിക്കുമ്പോൾ തങ്ങൾക്ക് മറുപടിയില്ല പറയാൻ. അപ്പം ചുരുക്കി പറഞ്ഞെങ്കിൽ സയ്യിദുൽ ഉലമയോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നല്ലാതെ സയ്യിദുൽ ഉലമയോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വാഫി സംവിധാനത്തിൻ്റെ തലപ്പത്ത് ഇല്ല. കാലി തോക്ക ഉസ്താദൊന്നും പറയാനൊന്നും ഇവിടെ ഇല്ല. കാരണം ഇന്ന് തോക്ക ഉസ്താദ് എങ്ങനെ പറയും? ഇന്ന് മുസാവറ ഇവിടെ കേന്ദ്ര മുസാവറ ആ യോഗത്തിന് വരാതെ ഇങ്ങനെ സ്വാബികൾ ഉണ്ടാകിയ കുതന്ത്ര സംവിധാനത്തിന് പിന്നെ സമസ്ത കർണാടക മുസാവറ പോണ്ടാന്ന് പറഞ്ഞിട്ടും അതിലേക്ക് പിന്നെ തോക്ക ഉസ്താദ് വന്നിട്ടുണ്ടെങ്കിൽ തോക്ക ഉസ്താദിനോടും ചോദ്യം ചെയ്യണമല്ലേ? 3 കൊല്ലമായി നിങ്ങൾ സമസ്ത മുസാവർക്ക് പോയിട്ടില്ല, ഇന്നും സമസ്തന്റെ മുസാവർ നടക്കുന്നുണ്ട്. സമസ്ത 100ാം വർഷത്തിലേക്ക് കടക്കുന്ന ആ വലിയ ഒരു സംവിധാനത്തിനോടൊപ്പം നിങ്ങൾക്ക് ചേരാൻ കഴിയാണ്ട് ഈടുന്ന് ബാക്കിയുള്ള മുസാവർ നേതാക്കന്മാർ പോയി നിങ്ങൾ പോകാണ്ട് ഈടിയിരുന്നിട്ട് ഇവർക്ക് വേണമായിട്ട് നിങ്ങൾ ഒന്നിച്ചിട്ട് സഹവസിക്കുന്നെന്ന് പറഞ്ഞെങ്കിൽ തോക്കോസ്താദ് നിങ്ങൾക്ക് നമ്മൾ ഏത് അർത്ഥത്തിൽ തോക്കോസ്താദ് നമ്മൾ ബഹുമാനിക്കണം. തോക്കോസ്താദ് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്കൊന്നും പ്രശ്നമില്ല. അതുകൊണ്ട് തോക്കോസ്താദിനോട് നല്ല ബഹുമാനം കാര്യങ്ങൾ നിലനിർത്തി. ജൈൻലാബി തങ്ങൾ പിന്നെ എണിച്ചിട്ട് കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞെന്നില്ലെങ്കിൽ 89ന്റെ കഥയാണ് പറഞ്ഞത്. ജൈൻലാബി തങ്ങൾ 89ന്റെ കഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആരും ഏപ്പിക്കാരല്ല, ഒരിക്കലും അല്ല. പക്ഷെ നമ്മളൊരു ഏപ്പിക്കാരൻ പോലെ ആയിട്ട് ജൈൻലാബി തങ്ങൾ പ്രസംഗിച്ചത് അത് ജൈൻലാബി തങ്ങൾ നമ്മളെ മനസ്സിലാക്കാതെ കൊണ്ടായിട്ടുണ്ടാവും, നമ്മൾ സമസ്തക്കാരന്നെ. പക്ഷേ 89ന്റെ കഥ അങ്ങോട്ടാണ് നമ്മൾ പറയേണ്ടത്. ജൈനുലാബിദ്ദീൻ തങ്ങളെ മഹല്ലും അതുപോലെ തന്നെ ജൈനുലാബിദ്ദീൻ തങ്ങളുടെ പിന്നെ ചില സംവിധാനങ്ങൾ വാഫിന്റെ തലപ്പത്ത് നിൽക്കുന്ന ഈ സംവിധാനത്തോടുള്ള ജൈനുലാബിദ്ദീൻ തങ്ങൾ കൂട്ടു നിൽക്കുന്നത് കൊണ്ട് ജൈനുലാബിദ്ദീൻ തങ്ങളെയാണ് സമസ്തയിൽ നമ്മൾ സംശയിക്കേണ്ടത്. അല്ലാണ്ട് ഈ അവിടെ കൂടി നമുക്ക് സമസ്തനെ സ്നേഹിച്ചിട്ട് പോയി നമ്മളെ സംശയിക്കുന്നതിൽ അർത്ഥമില്ല. സയ്യിദുൽ ഉലമയോടൊപ്പം പിന്നെ ജൈനുലാബിദ്ദീൻ തങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ വാഫി തലപ്പത്ത് ജൈനുലാബിദ്ദീൻ തങ്ങൾ ഒരിക്കലും വരാല. കാരണം കർണാടകത്തിൻ്റെ ഈടുത്ത മണ്ണും ഈടുത്ത സംവിധാനവും ബഹുമാനപ്പെട്ട ജൈനുലാബിദ്ദീൻ തങ്ങൾക്ക് അറിയൂ. എന്നിട്ട് പോലും സയ്യിദുൽ ഉലമയുടെയും സമസ്തയുടെയും കൂടെ നിൽക്കാതെ പിന്നെ ഇതിന് വിരുദ്ധമായ ഓഫീസ് സംവിധാനത്തിൻ്റെ ഉന്നത സ്ഥാനം ഏറ്റെടുത്തിട്ട് പിന്നെ ഇങ്ങനെയുള്ള ചില സ്വഹാബികളെ ഒന്നിച്ചിട്ട് അവർക്ക് നേതൃത്വം നൽകുന്നെന്ന് പറഞ്ഞെങ്കിൽ അത് സമസ്തക്ക്
എത്ര തങ്ങൾ പ്രസംഗിച്ചാലും പിന്നെ ഈ സമസ്തക്ക് വിരുദ്ധമായവരൊന്നിച്ചിട്ട് കൂടിയാൽ നമ്മൾ സാധാരണ പ്രവർത്തകന്മാർ എന്ത് വിചാരിക്കേണ്ടത്? അപ്പം ഈ പ്രവർത്തനത്തിനെ മാനിച്ചിട്ട് സൈനുലാബി തങ്ങൾ ഒന്നിരിക്കലോ ഈ നിലപാടിൽ നിന്ന് മാറണം. അതല്ല എന്ന് കണ്ടെങ്കിൽ സമസ്തയുടെ മക്കൾ, നമുക്ക് സയ്യിദന്മാരുടെ എല്ലാവരുടെ സമസ്തക്ക് വില കൽപ്പിക്കുന്നില്ല. സമസ്തയുടെ നിലയിൽ സൈനുലാബി തങ്ങൾ അല്ലെങ്കിൽ ഏത് സയ്യിദാണെങ്കിലും സമസ്തയുടെ പിന്നെ ആ ഒരു നേതൃത്വത്തോട് അംഗീകരിച്ചിട്ട് മുന്നൊക്കെ പോകുന്നില്ല എന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ സയ്യിദന്മാരെ ഒപ്പം നിൽക്കാൻ നമുക്ക് കുറച്ച് പ്രയാസമുണ്ട്. അത് സൈനുലാബി തങ്ങളെ മുമ്പിൽ തന്നെ പറഞ്ഞില്ലേ, ഞങ്ങളൊപ്പം കൂടാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് വേദി കിട്ടുന്നതിനും ബുദ്ധിമുട്ടുണ്ട്. കാരണം സമസ്ത എന്ന് പറഞ്ഞ പോലെ സമസ്തയിൽ പ്രവർത്തിക്കണമല്ലോ. ആ പ്രവർത്തനം തങ്ങളിൽ നിന്ന് കാണാത്ത നമുക്ക് വളരെ വിഷമമുണ്ട് എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ സൈനുലാബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സൈനുലാബി തങ്ങൾ നേതൃത്വത്തിൽ വരണമെങ്കിൽ സമസ്തക്ക് സജീവമായിട്ട് പ്രവർത്തിച്ച് എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിയണം. ഒന്നിരിക്കലോ തെളിയും, അതല്ലെങ്കിൽ പൊളിയും, രണ്ടിൽ നിന്നും നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഐക്യത്തോടു കൂടെ നമ്മൾ മുൻകാലത്ത് എങ്ങനെയാണ് സമസ്തക്ക് വേണ്ടി ഇവരൊക്കെ ശബ്ദിച്ചത് അതേപോലെ നമ്മളോടൊപ്പം കൂട്ടി നിൽക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത്ര തന്നെ പ്രാർത്ഥിക്കാനുള്ള. ഇന്നലെ സമസ്തയുടെ കർണാടക മുസാവറ യോഗം ഉണ്ടായി. ഇന്നലെ മുസാവറ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ പരിപാടി നടക്കാൻ പാടില്ല. പ്രസിഡന്റ് വന്നിട്ടില്ല, യോഗത്തിന് വന്നിട്ടില്ല. യോഗത്തിന് വരാത്ത എന്താക്കല് എന്നിട്ട് പ്രസിഡന്റ് അറിയിച്ചു. ചോദിക്കി സൈനുലാബി തങ്ങളോട് ചോദിക്കി, നിങ്ങൾക്ക് വിളിച്ച് ഞാൻ ചോദിക്കി തങ്ങൾ ഉസ്താദ് അടക്കം സൈനുലാബി തങ്ങൾക്ക് വിളിച്ചിട്ട് എന്നിട്ട് ഫോൺ എടുത്തില്ല. ഫോൺ എടുത്തിട്ട് ഒരു ആര് വിളിക്കുന്നത്, സയ്യിദ് നിലമല വിളിക്കുന്നത് എന്നും വിളിക്കാതെ നമുക്ക് സമസ്ത പഠിപ്പിച്ചാണ് സൈനുലാബി തങ്ങൾ. നമുക്ക് സമസ്ത എന്ത് എങ്ങനെ പഠിപ്പിച്ച സൈനുലാബി തങ്ങൾ. അയാളെ കണ്ടിട്ടാണ് നമ്മൾ സമസ്തക്ക് വന്നത്. എന്നിട്ട് അയാളെന്നെ നമുക്ക് ഇങ്ങനെ ആക്കുന്നത് അത് നമുക്ക് എത്ര പേരാണ് സമസ്തക്കാർക്ക്? ഞാൻ ഒരാളല്ല, സമസ്ത പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ വന്നത്. ഞാൻ എന്റെ ഒരു ശബ്ദമല്ല ഇത് സമസ്ത പ്രവർത്തകന്മാർക്ക് വേണ്ടിയിട്ട് സമസ്തക്കാരായിട്ട്. അപ്പൊ സൈനുലാബി തങ്ങളോട് നമ്മൾ പറയാനുള്ളത്, നിങ്ങളോട് നല്ല ബഹുമാനം, നിങ്ങളെ വേണ്ടിയിട്ടാണ് നമ്മൾ സമസ്ത പഠിച്ചത്. കർണാടകത്തിൽ എന്നും ഏടെ പോയത് തങ്ങളെ പേരേ ഉള്ളൂ. തങ്ങളെ എന്നും ബഹുമാനം നമ്മൾ നെഞ്ചിലേറ്റ് നടത്തും. പക്ഷെ സമസ്തയിലുള്ള കാലം വരെ സമസ്തയിൽ എത്രയോ വല്ല തങ്ങൾ അറിയുന്നുണ്ട് വന്നിട്ടുണ്ട്. ഒരു നിരക്കിൽ നമ്മൾ ആ ഒരു വാല്യൂ തങ്ങൾക്ക് ഉണ്ടാവില്ല. സമസ്തയിലുള്ള കാലത്താണ്. ഇപ്പൊ ഓഫീസൊക്കെ കൊക്കച്ചാലിലുണ്ട്, അതിന്റെ പ്രസിഡന്റ് തന്നെയാണ് കൊക്കച്ചാലില് വാഫിന്റെ. അപ്പൊ എന്നിട്ട് സമസ്തക്ക് വിരുദ്ധമായിട്ട് അല്ല അതല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരട്ടെ. ഞാൻ പറയട്ടെ. ഞങ്ങൾ പറയുന്നത് ഇവിടെ 100ാം വാർഷികമായി ബന്ധപ്പെട്ടിട്ട് സമസ്ത അതിന്റെ നല്ല പ്രവർത്തനത്തിന്റെ മേഖലയിലേക്കാണ് പോകുന്നത്. അപ്പൊ സുന്നി മാലിന്യ ഫെഡറേഷൻ എടുക്കുകയും ഏകദേശം ഒരു മാസത്തിന്റെ ഇപ്പുറം അറിയില്ല ഒരു അഡ്വോ കമ്മിറ്റി എടുക്കുകയും പേപ്പർ അടക്കം അത് വരികയും ചെയ്തു. അതിൽ ഞാനും ഉണ്ട്, അനീഫ് ഓതിയുണ്ട്, പിന്നെ അങ്ങനെ ഏതായാലും ഒരു കമ്മിറ്റി വന്നിട്ടുണ്ട്. അതും വന്നപ്പോഴും അതിൽ പങ്കെടുക്കാൻ പാടില്ലാന്നോ അത് നിൽക്കാൻ പാടില്ലാന്നോ പറഞ്ഞിട്ട് എന്നോട് ആരും പറഞ്ഞിട്ടില്ല. അഡ്വോ കമ്മിറ്റി നിൽക്കരുത്, അത് അംഗീകരിച്ചതല്ലാന്നും പറഞ്ഞിട്ടില്ല. ആയിരിക്കും അല്ല സ്റ്റേറ്റ് കമ്മിറ്റിയാണ് അഡ്വോ കമ്മിറ്റി എടുക്കുന്നത് കർണാടകത്തിന്റെ ആവശ്യത്തിന് വേണ്ടി. ആ അഡ്വോ കമ്മിറ്റി സ്റ്റേറ്റ് കമ്മിറ്റി വന്നപ്പോഴും അത് സമസ്ത ഉൾക്കൊണ്ടിട്ടില്ലാന്നോ സമസ്ത ആ കമ്മിറ്റിയെ സ്വീകരിച്ചിട്ടില്ലാന്നോ സംസ്ഥാന സർക്കിൾ പറഞ്ഞു ഞാനറിയില്ല. അല്ല ഞാൻ പറയുന്നത് ഏത് അല്ല ഇതുവരെ അങ്ങനത്തെ കത്തട്ടെ ഞാൻ ഇത് പറഞ്ഞു കഴിയട്ടെ. അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞു കഴിയട്ടെ. അപ്പൊ അദ്ദേഹത്തിന് അഡ്വോ കമ്മിറ്റി എടുത്തപ്പോഴും ഈ ഉള്ളവൻ അഡ്വോ കമ്മിറ്റിയിലുണ്ട്. എന്നെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ പിന്നെ സുന്നി മാലിന്യ ഫെഡറേഷൻ കർണാടകയിൽ വ്യാപകമായി ശക്തിയായി വളർത്തിക്കൊണ്ടുവരാൻ ഒരു അഡ്വോ കമ്മിറ്റി എടുത്തിട്ടുണ്ട്. അതിന്റെ കീഴിൽ പിന്നെ കഴിവിന്റെ പരമാവധി നമ്മുടെ മാലിന്യത്തിലുള്ള സുന്നി മാലിന്യ ഫെഡറേഷന്റെ മാലിന്യ കമ്മിറ്റിക്കാരെയും